അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റൈസായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളെ തലശ്ശേരിക്കാരെ മെയിനായ ഇറച്ചിച്ചോറ്, ബീഫ് വെച്ചിട്ട് എങ്ങനെ ഇറച്ചിച്ചോറ് വെക്കാൻ നോക്കാമല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാനൊരു മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ബീഫല്ല, എല്ലില്ലാത്ത ബീഫാണ്, ബോൺലെസ് ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ബോൺലെസ് ആണുള്ളത്, അതുകൊണ്ട് അത് യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വഴറ്റാണല്ലോ, അപ്പാടെ എല്ലാം ഇട്ടിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വിസിലടിക്കും. പക്ഷേ ഞാനൊന്ന് വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് വിസിലിടും. അപ്പോൾ എല്ലാം ബീഫും സവാളയെല്ലാം മിക്സാക്കിയിട്ട് വഴറ്റാണ്ട് ഇങ്ങനെ ആക്കി അത് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റും, എളുപ്പ വഴിയാണത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ഉള്ളി വാടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവുള്ള 5 പച്ചമുളക്. നിങ്ങൾക്ക് എത്ര വേണ്ടുന്നത് എടുക്കുക. ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 5, 6, 7 അള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കൂടുതലായിട്ടൊന്നും വെന്ത് ഒടിയാൻ നിൽക്കുന്നില്ല, കാരണം നമ്മൾ ഒരു 6, 7, 8 വിസിൽ എന്തായാലും ബീഫിന് അടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് 1.5 ടേബിൾ സ്പൂൺ എടുത്തത്. നോർമൽ എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 2-2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാലപ്പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം, കാരണം സവാളയും തക്കാളിയെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു പച്ച ചുവ വരും. അപ്പോൾ നമ്മളെപ്പോൾ കുക്ക് ചെയ്ത സംഭവങ്ങളാണെങ്കിൽ അതിലേക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു പച്ച ചുവ എന്തായാലും കിട്ടും. ഞാനെപ്പോഴും കറിയിലോ ഇങ്ങനെ വഴറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാറ്. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വേവുള്ള ബീഫാണ്. ഇപ്പോൾ ഒരു 8, 9, 10 വിസിൽ എന്തായാലും വേണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വിസിലിടാം. ഇപ്പോൾ കറക്റ്റ് ഒരു 8, 9 വിസിലാകുമ്പോൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട ഇതൊന്നും ആവശ്യമില്ല, ഉണ്ടെങ്കിൽ ഇടുക, നിർബന്ധമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഒരു വലിയ സവാളേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം ഞാനൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം മെയിനായിട്ട് വേണം അതിലുള്ളത്, അത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു മഞ്ഞ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, റൈസ് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ കറിയിൽ നിന്ന് കിട്ടിയത് 1 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ടോട്ടലി ഞാൻ 3 ഗ്ലാസ്സാണ് വെള്ളം എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് എന്ന് വെച്ചാൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അപ്പം ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കറിയിലുള്ള ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് എക്സ്ട്രാ 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾക്ക് ഈ കറിയിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കറിയിൽ നിന്നൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം. അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ജീരകശാല റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബസ്മതി റൈസിനെ കൊണ്ടല്ല ഇത് ഉണ്ടാക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം
ജീരകശാല റൈസിനെ കൊണ്ടുണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബസ്മതി റൈസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ ജീരകശാല റൈസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മളിത് പകുതി വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇനി വേവിച്ചെടുക്കാൻ. കാരണം വെള്ളം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ഫ്ലെയിം കുറക്കുക. ആദ്യം നമ്മൾ റൈസ് ഇടുന്ന സമയത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ ഇത് പകുതി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ഇത് വെന്തിനോ നോക്കാം. അപ്പോൾ നമ്മൾ റൈസ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ കറക്റ്റ് 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് വേവ് കിട്ടും. അപ്പോൾ ഓരോരോ റൈസിൻ്റെ ഓരോരോ വേവാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് വന്ന് 10-15 മിനിറ്റ് എടുത്തിന് ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മൾ അടിപൊളി ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തലശ്ശേരിക്കാരൻ മെയിനായ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അഭിപ്രായം പറയാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. മട്ടനെല്ലാം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ ബായ്.